പങ്കെടുക്കുന്ന ചടങ്ങുകളെല്ലാം ശ്രദ്ധിക്കപ്പെടാറുണ്ട് രേണുസുതി. ഭർത്താവിന്റെ വിയോഗശേഷമാണ് അഭിനയ ജീവിതത്തേക്ക് ഇറങ്ങുകയായിരുന്നു അവർ. നേരത്തെ അവസരങ്ങൾ വന്നപ്പോഴും താല്പര്യമില്ലായിരുന്നു. ഇന്നിപ്പോൾ ജീവിക്കാനായി വേറൊരു മാർഗവുമില്ല. അഭിനയം അറിയാവുന്ന ജോലിയുമല്ല. പഠിച്ചു വരുന്നതേ എന്നുള്ളതും രേണു വ്യക്തമാക്കിയിരുന്നു. ആൽബങ്ങളും സിനിമകളുമൊക്കെ സജീവമാണ് അവർ. അതിനുപരി ഉദ്ഘാടനങ്ങളിലും രേണുവിന്റെ സാന്നിധ്യമുണ്ട്. പാട്ടുപാടി സദസ്സിനെ കയ്യിലെടുക്കാനും രേണുവിന് കഴിയുന്നുണ്ട്. എവിടെ കണ്ടാലും മൈക്കുമായി ആളുകൾ മുന്നിലേക്ക് വരുന്നുണ്ട്. യൂട്യൂബ് ചാനൽക്കാരും ബ്ലോഗർമാരും ഒക്കെ രേണുവിനെ വിടാതെ പിന്തുടരുന്നുമുണ്ട്. ബഹ്റിൻ യാത്ര കഴിഞ്ഞെത്തിയപ്പോഴും പുതിയ വിശേഷങ്ങളെക്കുറിച്ചായിരുന്നു ചോദ്യങ്ങൾ. കഴുത്തിൽ സി എന്നെഴുതിയ ലോക്കറ്റായിരുന്നു ഇത്തവണ ചോദ്യമായത്. സി അല്ല, ഇതൊരു കപ്പലണ്ടിയാണ്. വില കൂടിയ ഡയമണ്ടൊക്കെ എഴുതിക്കൊള്ളൂ എന്നായിരുന്നു രേണുവിന്റെ മറുപടി. ഈ സി ആരാണെന്ന് ചാർലി ആണോ എന്ന് ചോദിക്കുന്നവരുണ്ടായിരുന്നു. ചാർലിയിൽ എന്ന് മുസ്ലിം പേരുണ്ടായിരുന്നു എന്ന് രോണി ചോദിച്ചു. ഇപ്പോഴുള്ളതിൽ വില കൂടിയ സാധനം എന്താണെന്ന് ചോദിച്ചപ്പോൾ അതെന്റെ ഹൃദയമായിരുന്നു എന്നാണ് മറുപടി. കുറച്ചു നാളത്തേക്ക് ഇനി സമാധാനമായല്ലോ എന്നാണ് കരുതിയത്. അപ്പോഴാണ് ഇവിടെ വീണ്ടും പ്രശ്നങ്ങളൊക്കെ അറിയുന്നത്. ഇപ്പോൾ പാട്ട് പാടുന്നുള്ള മാനസികാവസ്ഥയല്ല ഞാനെന്നും രേണു പറഞ്ഞിരുന്നു. ഒന്നിനു പുറകെ ഒന്നാകെ ഓരോ വിവാദങ്ങളാണ്. മക്കളുടെ പേര് കിട്ടിയ വീടാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. ഇഷ്ടദാനത്തിന് വീട് നൽകിയതിനു ശേഷം ബിഷപ്പൊക്കെ തിരികെ കിട്ടുന്നതിനായി രേണുവിനും മകനും നോട്ടീസ് അയച്ചിരിക്കുകയാണ്. സ്വന്തമായൊരു വീടെന്ന വലിയ ആഗ്രഹം ബാക്കിവെച്ചായിരുന്നു സുധിയുടെ അപ്രതീക്ഷിത വിയോഗം. ഫ്ലവേഴ്സ് ടിവിയും സുഹൃത്തുക്കളും സന്നദ്ധ സംഘടനകളൊക്കെ ഈ ആഗ്രഹം സഫലീകരിക്കാനും മുന്നിട്ടിറങ്ങുകയായിരുന്നു. രേണുവിനെ നേരിട്ട് അറിയാവുന്ന പുരോഹിതനായിരുന്നു വീട് വെക്കാൻ സ്ഥലം നൽകിയത്. ജോലിക്കായി രേണു പുറത്തേക്ക് പോകുമ്പോൾ മകനെ നോക്കുന്ന അച്ഛനും അമ്മയുമാണ്. മൂത്ത മകനായ കിച്ചു ഇടയ്ക്ക് മാത്രമേ ആ വീട്ടിൽ ഉണ്ടാകാറുള്ളൂ. പ്രാർത്ഥനയൊക്കെയായി സമാധാനത്തോടെ കഴിയുന്ന കുടുംബമാണ് അതൊന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. വീട് ചോരുന്നുണ്ടെന്ന് രേണു പറഞ്ഞതോടാണ് ഫിറോസും മറുപടിയുമായി എത്തിയത്. അങ്ങനെ ഒരു കംപ്ലൈന്റ് വരേണ്ട സാഹചര്യമില്ലല്ലോ, അതെങ്ങനെ സംഭവിച്ചു എന്നായിരുന്നു പണിയെടുത്തവരും ചോദിച്ചത്. സോഷ്യൽ മീഡിയയിലായിരുന്നു രേണു ഇതിനെക്കുറിച്ച് മറുപടി പറഞ്ഞത്. അത് ഫിറോസുമായി നേരിൽ സംസാരിച്ച് പരിഹരിക്കേണ്ട വിഷയമായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഇതേക്കുറിച്ച് പറയേണ്ടതില്ലായിരുന്നു എന്നാണ് ബിഷപ്പ് അടക്കമുള്ളവർ പ്രതികരിച്ചത്. നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നും ചോർച്ചയെന്നൊക്കെ പറഞ്ഞ് അത് ഞങ്ങളെ മോശക്കാരെ ബാധിക്കില്ലെന്ന് ഫിറോസും തിരിച്ചു ചോദിച്ചു.